ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. വളരെ രുചികരമായിട്ടുള്ളത്, ഇങ്ങനെ നാവിൽ വെച്ചാൽ അലിഞ്ഞു പോകുമെന്ന് പറയില്ലേ, അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽ കൊണ്ട് തയ്യാറാക്കുന്ന കലാക്കണ്ടെന്നും അതുപോലെ തന്നെ മിൽക്ക് കേക്കെന്നും ഒക്കെ പറയുന്ന നല്ലൊരു സ്വീറ്റാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട കടായി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം ആയിരിക്കണം. നല്ലതുപോലെ സ്റ്റീലിൻ്റെയോ ഇരുമ്പിൻ്റെയോ കടായി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായി ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. തീരെ കനം കുറഞ്ഞ പാത്രങ്ങളിൽ നമ്മൾ തയ്യാറാക്കാൻ നിൽക്കരുതെങ്കിൽ പിന്നെ ഇത് അടുക്കി പിടിക്കും, അതിൻ്റെ പേരിലാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1 ലിറ്റർ അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം. പാലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നല്ലതുപോലെ കട്ടിയായിട്ടുള്ള പാലെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലെ കവർ പാലേ ഉള്ളൂ എങ്കിലും പ്രശ്നമില്ല, കവർ പാലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. 1 ലിറ്റർ അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പാലെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി തിളച്ച് വരണം. എന്നാൽ ശരി, നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ പാലെല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണം. മീഡിയത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് വറ്റിച്ചെടുക്കാൻ വേണ്ടി പാടില്ല. ഇതിൻ്റെ ഒരു പകുതി അളവിലെങ്കിലും നമുക്കൊന്ന് വറ്റി കിട്ടണം. അതുവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഫസ്റ്റിൽ ഇതിങ്ങനെ പൊങ്ങി വരും പാല്, അതിനുശേഷം ചെറുതായിട്ടൊന്ന് വറ്റി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെ പൊങ്ങി വരില്ല, അത് തിളച്ചുകൊണ്ട് മാത്രമേ ഇരിക്കുള്ളൂ. അപ്പോൾ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ കടായിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സൈഡിലുള്ളതൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. നല്ല കട്ടിയായിട്ട് തന്നെ വീണ്ടും ഉണ്ടാവും. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം പാലെല്ലാം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് വറ്റി കിട്ടാനായിട്ടുണ്ട്. ഒരുപാട് സമയമായിട്ട് ഇനി വീണ്ടും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് തിളച്ച് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ പാലെല്ലാം ഏകദേശം ഒന്നും കൂടി ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് അതിനുശേഷം കുറുകിയതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതുപോലെ ഒരു 1.5 കപ്പ് പാൽപ്പൊടിയും കൂടി നമ്മൾ ഈ പാൽപ്പൊടിക്ക് പകരം കംപ്ലീറ്റ് ആയിട്ട് പാലിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 ലിറ്ററോളം പാല് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള പാലിൽ 2 ലിറ്റർ പാല്, എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 1.5 കപ്പ് അളവിൽ പാൽപ്പൊടിയിലും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതാകുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പാൽപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരല്പം ഇതുപോലെ എന്തെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കട്ടയെല്ലാം ഒന്ന് മാറി കിട്ടും. ഇനി നമ്മൾ ഫ്ലെയിം ഒന്നും വീണ്ടും കൂട്ടി വെക്കാൻ വേണ്ടി നിൽക്കരുത്. ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയ്ക്ക് വെച്ച് കൊടുത്തിട്ട് വേണം ഇത് നല്ലതുപോലെ ഒന്ന് കുറുക്കി എടുക്കാനായിട്ട്. കുറച്ച് സമയം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഇത്രയും കട്ടിയായിട്ട് കുറുകി കിട്ടും നമുക്ക്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര വന്നിട്ട് ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റിലേ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പഞ്ചസാര വേണ്ടിയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ലാസ്റ്റ് സമയത്ത് ആകുമ്പോഴത്തേക്കും ഈ ഒരു മധുരം തന്നെ മതിയാവും. ഇത്രയും ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുകയാണ്. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി. അപ്പോൾ ഏലക്കയിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ചേർത്തേക്കണം. ഇത് രണ്ടും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതെല്ലാം കൂടി വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം നമ്മുടെ ഈ പഞ്ചസാര എല്ലാം വീണ്ടും ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങും. സാധാരണ നമ്മൾ പാല് കൊണ്ട് ഒരുപാട് റെസിപ്പികളൊക്കെ തയ്യാറാക്കാറുള്ളതാണ്. പക്ഷേ ഇതുപോലെ ഒരു സ്വീറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ സ്പെഷ്യൽ തന്നെ ആയിരിക്കും. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കേട്ടോ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നത്. നമുക്കിതുപോലെ പാലിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. പിരിഞ്ഞ പാലിൽ നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കണം. നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ആ പഞ്ചസാര എല്ലാം വീണ്ടും നന്നായിട്ടൊന്ന് കുറുകി കിട്ടണം. അതായത് അതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടണം. അതുവരെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം
മീഡിയത്തിൽ നിന്നും അല്പം കൂടി കുറച്ചിട്ട് വേണം വെക്കാനായിട്ട്, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. വീണ്ടും ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ആ പഞ്ചസാരയുടെ ആ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി. ഈ ഒരു അളവിലാണ്, ഇത്രയും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഇത്രയും ബാക്കിയുണ്ട്. ഇതുപോലെ നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ചെറുതായിട്ടൊന്ന് സ്മൂത്ത് ആകാൻ തുടങ്ങും. ഈ ഒരു സമയം നമുക്ക് നേരെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ട്രേയിലേക്ക് ഒരല്പം നെയ്യെല്ലാം ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണം ഇത് നേരെ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. സമയമൊന്നും ഒട്ടും പാഴാക്കാതെ ഉടൻ തന്നെ നമ്മളിതുപോലെ ഒന്ന് മാറ്റിയേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ടയായി തുടങ്ങും. അതിൻ്റെ പേരിലാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് നട്ട്സൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് വെക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഏകദേശം ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ മാത്രം വെച്ചിരുന്നാൽ മതിയാവും. അത്രയും സമയം കൊണ്ട് തന്നെ ഇത് ലൈറ്റായിട്ടൊന്ന് സെറ്റായി തുടങ്ങും. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുക്കുന്നത് വരെ ഒന്ന് വെച്ചിരുന്നാൽ മതിയാവും. എങ്ങനെയാണെങ്കിലും ഇതിനിടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റണം. അപ്പോൾ നമുക്ക് ഇനി ഇത് സൂക്ഷിക്കേണ്ടത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കാം. ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടയായിട്ട് ഉണ്ടാവും, ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ചെറിയ സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വായിൽ അലിഞ്ഞു പോകുന്ന രുചിയിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടാണ് നമുക്കിത് ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. പാൽ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ പാലിൽ തയ്യാറാക്കുന്ന സ്വീറ്റ് ഉറപ്പായിട്ട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നാളെ 2 മണിക്ക് നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.